അപ്പൊ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമയായിട്ടുള്ള പ്രേമത്തിലൂടെ അരങ്ങേറി മലയാളത്തിലും തമിഴിലും മറ്റ് ഇൻഡസ്ട്രികളിലൊക്കെ നല്ല അഭിനയം കാഴ്ചവെച്ച് സ്വയം വളർന്നു വന്ന വ്യക്തിയാണ് അനുപമ പരമേശ്വരൻ. അപ്പോ വളർച്ച എന്ന് പറയുമ്പോൾ ഇപ്പൊ പുള്ളിയായിട്ട് ഒരു സിനിമ ഫാമിലിയിൽ നിന്ന് വന്ന വ്യക്തിയല്ല, എന്നിട്ട് കൂടി തമിഴിലത്തെ ടോപ്പ് ആക്ടർ ആയിട്ടുള്ള വിക്രമിന്റെ മോനായിട്ട് റിലേഷനിലാവുക അല്ലെങ്കിൽ അത്രയ്ക്ക് ഒരു വലിയൊരു എക്സ്പോഷർ വരെ പുള്ളിയായിട്ട് എത്തിയിരുന്നു. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോ ഇപ്പൊ പുള്ളിയായിട്ട് കോൺട്രവേഴ്സി സൃഷ്ടിക്കാനും വൈറലാവാനുണ്ടായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച മുമ്പ് പുള്ളിയായിട്ട് യൂട്യൂബർക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തു യൂട്യൂബിൽ. അപ്പൊ അത് ഭയങ്കര വൈറലാണ്. അത്ര 2 മില്യൺ, അതിന്റെ സെക്കൻഡ് പാർട്ടിന് അത്ര 1.5 മില്യൺ ഒക്കെ വ്യൂസ് ഉണ്ട്. അപ്പോ അതിൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പേഴ്സണൽ ലൈഫ്, അതിൽ ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ടോക്സിക് റിലേഷൻഷിപ്പ്, പിന്നെ സെൻസിറ്റീവ് കണ്ടന്റ്സ് ആണ് ഭയങ്കരമായിട്ട്. അപ്പൊ ഇത് ഭയങ്കര ചർച്ചാ വിഷയമായി സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് ഡിബേറ്റ്സ് ഉത്ഭവിപ്പിക്കാൻ ഇടയാക്കിയ സംഭവമാണ്. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഇന്റർവ്യൂ ഫുൾ കണ്ടിട്ടില്ല. കാരണം അതിന്റെ കുറച്ച് ക്ലിപ്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് കാണാനുള്ള ഒരു വേർത്തിറ്റ് ആയിട്ടുള്ള സംഭവമല്ല, ജസ്റ്റ് വേസ്റ്റ് ഓഫ് ടൈം ആയിട്ട് എനിക്ക് തോന്നിയേക്കണേ. പക്ഷെ അതിൽ കുറച്ച് കാര്യങ്ങൾ ഷോർട്സിൽ ഞാൻ കണ്ടു, വൈറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം അത് ജനങ്ങളെ പറ്റിക്കണ പോലെ, അതായത് ഡയറക്റ്റ് ഒരാളെ ഇങ്ങനെ ആക്ഷേപിക്കണ പോലും അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് പുള്ളിയാഴ്ത്തി ഒരാളുടെയും പേര് മെൻഷൻ ചെയ്തിട്ടില്ല, വിക്രമിന്റെയോ മോന്റെയോ പേര് അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഈ വൈറൽ റീൽസിലൊക്കെ വിക്രമിന്റെയും മോന്റെയും ഫോട്ടോ വെച്ചിട്ടാണ് ആൾക്കാർ സർക്കുലേറ്റ് ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? അത് മാത്രമല്ല, നമ്മൾ ഒരു സൈഡേ കേട്ടിട്ടുള്ളൂ. എന്ത് കാര്യത്തിന് 2 സൈഡ് കേട്ടാൽ മാത്രമാണ് നമുക്കൊരു പരിധി കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ എവിഡൻസുകൾ വേണം. അത് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ ഇതൊരു പോലീസ് കേസോ അല്ലെങ്കിൽ വേറെ കേസുകളോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു ഇന്റർവ്യൂവിൽ വന്നിട്ട് പുള്ളിയായിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണതാണ്. പക്ഷെ വൈറലാവുമ്പോ അതിനൊരു വലിയ ഇമ്പാക്ട് ഉണ്ട്. പറഞ്ഞ മനസ്സിലായി? അപ്പൊ അതിനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതില് പറയണ കുറച്ച് കാര്യങ്ങളില് ഈ പറഞ്ഞ പോലെ ടോക്സിക് റിലേഷൻഷിപ്പ് എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയാഴ്ചയുടെ മേല് ഈ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഉള്ള ഒരു കൺട്രോൾ, പല രീതിക്ക് കൺട്രോൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്ത് ഡ്രസ്സ് ഇടണം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അനുവാദം ചോദിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ എന്തെങ്കിലും തർക്കം ഉണ്ടാകുമ്പോൾ പീരിയഡ്സ് കാരണം തർക്കം ഉണ്ടായെന്ന് കളിയാക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ റിലേഷനിൽ ഉള്ള കാരണം പുള്ളിയായിരിക്കും ഒരുപാട് മെന്റലി ഫിസിക്കലി ലോസസ് ഉണ്ടായി, ആരോഗ്യം നഷ്ടപ്പെട്ടു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡീപ്പായിട്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയണത്. അപ്പൊ അതിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമല്ല, അത് പറയേണ്ട പുള്ളിയായിരുത്തി ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് പുള്ളിക്കാരന്റെ ശരിക്കുള്ള മുഖംമൂടി അഴിഞ്ഞു വീണു, എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു വ്യക്തിയുടെ 2 വർഷം ടൈം സ്പെൻഡ് ചെയ്തെന്ന് ഇപ്പോഴും മനസ്സിലാവണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പക്ക ചൈൽഡിഷ് എന്ന് പറയാൻ പറ്റുള്ളൂ. പറഞ്ഞ മനസ്സിലായില്ലേ? എനിക്ക് അങ്ങനെ തോന്നിയത് എന്റെ പേഴ്സണൽ അഭിപ്രായം. ഇപ്പോ നിങ്ങൾക്ക് ഒരു വിമർശനം ഉണ്ടെങ്കിൽ എന്നെ കമന്റ് ചെയ്ത് തെളിവിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. പറഞ്ഞ മനസ്സിലായില്ല, പറയാനുള്ളത് ഞാൻ പറയും മാന്യമായിട്ട്. അപ്പോ എനിക്കൊരു മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഈ അനുപമയുടെ ഒരു ഇഷ്യൂല് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവര് കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ കല്യാണം കഴിക്കാത്ത 2 വ്യക്തികൾ തമ്മിൽ 1-2 വർഷം ലിവിങ് ടുഗദറോ അല്ലെങ്കിൽ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴാണ് 2 പേരുടെ സ്വഭാവം പരസ്പരം മനസ്സിലാവുക, നമുക്ക് യോജിച്ച് പോകാൻ പറ്റോ ഇല്ലയോ എന്ന് മനസ്സിലാവുക. പറഞ്ഞ മനസ്സിലായില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് അത് യോജിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ അവിടെ ബ്രേക്കപ്പ് ആയി അവിടെ ഒരു പ്രശ്നമില്ല. അവിടെ ഈ ജനങ്ങള് ഈ അനുപമയുടെ പോലെ വെറുതെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ ഇങ്ങനെ അധിക്ഷേപിക്കേണ്ട ആവശ്യമില്ല. അതായത് അവർ അഭിനയിച്ചൊന്നുമില്ല, അതായത് അവര് പക്ക അവരുടെ ഇതാണ് അവരുടെ രീതികൾ, അല്ലെങ്കിൽ ഇവർക്ക് ഇങ്ങനെ കൺട്രോള് വെച്ചിട്ട് ഒപ്പമുള്ള വൈഫിനെ കൺട്രോൾ ചെയ്ത് നിൽക്കണം എന്നാണ് അവർക്ക് ആഗ്രഹം എന്നുള്ളതാണ് അവർ അവിടെ കാണിച്ചത് ഈ 2 വർഷം കൊണ്ട്. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോ അനുപമയ്ക്ക് അത് പറ്റില്ല എന്ന് തോന്നി, അവിടെ നിന്ന് വിട്ടുപോന്നു. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 വർഷം അവിടെ പിടിച്ചു നിന്നത് അനുപമയുടെ തെറ്റായിട്ട് ഞാൻ പറയുള്ളൂ. കാരണം അവരുടെ ഈ ട്രേറ്റുകളും അല്ലെങ്കിൽ ഒരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ട്രേറ്റുകൾ, ടോക്സിക് ട്രേറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ നിന്ന് വിട്ടുപോക്കൂടെ? അതായത് കല്യാണം കഴിച്ചിട്ടില്ലേ, അവിടെ വേറൊരു ലയബിലിറ്റി ഇല്ല. ഒപ്പം തന്നെ അനുപമ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഫേമസ് ആണ്, മലയാളിയാണ്. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നമെങ്കിൽ സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളൊക്കെ ഫുൾ സപ്പോർട്ടിന് വരും കേരളത്തില്. അത്രയ്ക്കും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റേറ്റ് ഇൻ കേരളം. അപ്പൊ കേരളത്തിലുള്ള ഒരു മലയാളി ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടാവുമ്പോ ഇതൊക്കെ സഹിച്ച് അവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടാ? അല്ല, അറിയാണ്ട് ചോദിക്കാം. ഇനിയിപ്പോ അവരുടെ ഇടയിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നമുക്കറിയില്ല. അപ്പൊ ഇന്റർവ്യൂ എന്ന് മനസ്സിലായ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ പറയണത്. പറഞ്ഞ മനസ്സിലായില്ലേ? മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എനിക്ക് മനസ്സിലാവുന്ന കാര്യം, ഇത്രയ്ക്കും ആട്ടും തൊപ്പും കേട്ട് പുള്ളിയായിട്ട് അവിടെ നിന്നുണ്ടാവുക ആ ഒരു ഫെയിം വെച്ചിട്ടായിരിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? പുള്ളിയായിട്ട് ഒരു സിനിമ ഫാമിലിയിൽ നിന്ന് വന്നതല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് വിക്രം പോലത്തെ ഒരാളുടെ ഫാമിലിയിലേക്ക് കയറി പോകാന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അപ്പൊ അതൊന്നും നമുക്ക് തള്ളി കളയാൻ പറ്റില്ല. നിങ്ങൾ ചിന്തിക്കുക, അതായത് ഓരോ വിക്രമിന്റെ മോനെ ഡേറ്റ് ചെയ്യുന്ന പേരിൽ പുള്ളിയായിരിക്കും ഒരുപാട് സിനിമ കിട്ടും, ഒരുപാട് എന്താ പറയാ ഹയർ ലെവൽ ആൾക്കാരുടെ ഒപ്പം മീറ്റ് ചെയ്യാം, അവരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാം, ഒരു സ്റ്റാറ്റസ്. പറഞ്ഞ മനസ്സിലായി? ഇപ്പൊ വിക്രമിന്റെ മോന് ഇപ്പൊ അനുപമേനെ കല്യാണം കഴിച്ചാൽ വലിയ സ്റ്റാറ്റസ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കൊന്ന് അനുപമ വളർന്നിട്ടില്ലേ? പറഞ്ഞ മനസ്സിലായി? പക്ഷെ അനുപമേനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ തമിഴ്നാട്ടിലെ വൺ ഓഫ് ദി ബെസ്റ്റ്, ഇപ്പൊ നമ്മുടെ മോഹൻലാൽ പോലെ അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ആക്ടറിന്റെ മോനെ കല്യാണം കഴിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അപ്പൊ അങ്ങനെയൊക്കെ പുള്ളിയായിട്ട് ചിന്തിച്ചിട്ടുണ്ടാവുന്നത്.
ഞാൻ പറഞ്ഞു മനസ്സിലായ. അപ്പൊ അതുകൊണ്ടായിരിക്കും ഈ 2 വർഷം സഹിച്ചു നിന്നിട്ടുണ്ടാവുക. അപ്പൊ ഇത് കേൾക്കണ ആൾക്കാർ വിചാരിക്കും ഈ വ്യക്തികളൊക്കെ വളരെ ടോക്സിക്കും പൊട്ട വ്യക്തികളാണ്, ഈ അനുപമേനെ ഇങ്ങനെ ക്രൂശിച്ചു. നിങ്ങൾ എന്ത് ഇങ്ങനെ ചിന്തിക്കാത്തത്? അതായത് അനുപമയ്ക്ക് വേണ്ടെങ്കിൽ അവിടെ നിന്ന് വിട്ടു പോകുന്നൂടെ? പോലീസ് നിയമൊക്കെ ഉള്ള നാടാണ് നമ്മുടെ. അപ്പൊ അവിടെ ഇത്ര സഹിച്ചു നിന്ന അനുപമേനെ ആർക്കും ഒന്നും പറയാനില്ല. കമന്റ് ബോക്സിൽ കുറച്ച് പേർക്ക് വിമർശിക്കുന്നുണ്ട്, പറഞ്ഞു മനസ്സിലായില്ല. അപ്പൊ ഇതൊക്കെ ജനം ചിന്തിക്കുക. ഇതൊക്കെ ഞാൻ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതായത് എന്ത് കാര്യത്തിൽ 2 വശം ഉണ്ടാവും. നമ്മൾ ഒരാളുടെ കാര്യം കണ്ട് അങ്ങോട്ട് ഒരാളെ ക്രൂശിക്കുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നണല്ലേ. പറഞ്ഞു മനസ്സിലായില്ല. ആരും വലിയ പുണ്യാളന്മാരൊന്നും ഇല്ല അവിടെ, പുരുഷനായാലും സ്ത്രീ ആയാലും. ഇപ്പൊ പുരുഷന്മാരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടാവും. ഇപ്പൊ ഈ അനുപമ അക്യൂസ് ചെയ്യണ വ്യക്തി ആരെന്നെയാണെങ്കിലും ആ വ്യക്തിക്ക് ഇങ്ങനെയാണ് ആ പുള്ളിക്കാരന്റെ രീതി എന്നുണ്ടെങ്കിൽ അത് ആദ്യം അറിയിക്കണം. ഇവര് റിലേഷൻ ആവുന്നതിന് മുമ്പ് തന്നെ അറിയിക്കണം. അതായത് ഇതൊക്കെയാണ് എന്റെ രീതികൾ. ഇപ്പൊ എന്ത് ഡ്രസ് ഇടണമെന്ന് ഞാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്ത് പോസ്റ്റ് ഞാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ ഇതൊക്കെയാണ് എന്റെ രീതികളെന്ന് ആദ്യം തന്നെ പറഞ്ഞ് ഇതൊക്കെ അനുഭവിച്ച് നിൽക്കാൻ ഒപ്പം പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിന്നാൽ മതി എന്ന് ആദ്യം പുള്ളിക്കാരൻ പറയേണ്ടത്. അതായത് ഇവിടെ ഒരാളെ മാത്രം നമുക്ക് ക്രൂശിക്കാൻ പറ്റില്ല. അത് പുരുഷനായാലും സ്ത്രീ ആയാലും 2 പേരും. അതായത് ജെൻസി പിള്ളേര് ശ്രദ്ധിക്കുക. അതായത് ഇനി വരുന്ന തലമുറയുടെ പിള്ളേർ ശ്രദ്ധിക്കുക. ഇതൊന്നും ഒരു ഫെമിനിസ്റ്റുകളോ ഒരാളും പറഞ്ഞിരാത്ത കാര്യങ്ങളാണ്. അതായത് നിങ്ങളൊരു റിലേഷനിലേക്ക് കിടക്കുമ്പോൾ അത് പുരുഷനായാലും സ്ത്രീ ആയാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ 2 പേർക്ക് അവിടെ എന്താണ് റിലേഷൻ, ഇത് വേണ്ടേ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇപ്പൊ ചിലർക്ക് ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ചിലർക്ക് മെന്റൽ സപ്പോർട്ട് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും, ചിലർക്ക് ഫിനാൻഷ്യൽ കാര്യങ്ങളായിരിക്കും. അത് എന്താന്നുള്ളതും അവിടെ മുന്നോട്ട് വയ്ക്കുക. ഒപ്പം തന്നെ 2 കൂട്ടരും നിങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ അവിടെ അറിയിക്കുക. എന്നോണ പറയരുത്. നിങ്ങൾ കാര്യം പറയാം, ഇതൊക്കെയാണ് എന്റെ രീതികൾ, ഇത്തിരി ടോക്സിക് ആയിട്ട് ആണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത്തിരി പാവമായിരിക്കും, ചിലപ്പോൾ ഇത്തിരി പ്രശ്നക്കാരനായിരിക്കും, ചിലപ്പോൾ ഒരു ഇൻട്രോവേർട്ട് ആയിരിക്കും, എക്സ്ട്രോവേർട്ട് ആയിരിക്കും. അത് എന്ത് തന്നെയാണെങ്കിലും, അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്, ചിലപ്പോൾ ഈ പറഞ്ഞ മുടി കൊഴിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഒരു കിഡ്നി ഉണ്ടാവില്ല. അതായത് നമുക്ക് എന്ത് കാര്യം ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെ കാര്യങ്ങൾ പറയാം. അത് പുരുഷനായാലും സ്ത്രീയായാലും അങ്ങനെ പറഞ്ഞ് അത് അഡ്ജസ്റ്റ് ആയി പോകാൻ പറ്റുമോ നോക്കാം. ഇതൊക്കെ പറഞ്ഞിട്ട് അപ്പം കല്യാണം കഴിക്കാൻ നിൽക്കരുത്. ഇതൊക്കെ പറഞ്ഞിട്ട് ഒരു 1-2 വർഷം ഒരുമിച്ച് ജീവിക്കുക. എന്നിട്ട് നോക്കാം ഈ വ്യക്തിയുടെ ഒപ്പം നമുക്ക് ജീവിക്കാൻ പറ്റുമോ, മുന്നോട്ട് പോകാൻ പറ്റുമോ. എന്നിട്ട് ഓക്കെയാണെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ഓക്കെയാണെങ്കിൽ മാത്രം നിൽക്കുക. കല്യാണം കഴിക്കത്തോളം കാലം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എപ്പോഴും ഇന്ന് റിലേഷനിൽ നിന്ന് ബ്രേക്കപ്പ് ആയി പൊക്കൂടെ. പിന്നെ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാര് നുണ പറയും, അങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നുണ പറഞ്ഞിട്ട് ആ വ്യക്തി നിങ്ങൾ ക്രൂശിക്കുന്നുണ്ടെങ്കിൽ പോലീസിനും കോടതിനും സമീപിക്കുക, അല്ലെങ്കിൽ മാധ്യമങ്ങളെ സമീപിച്ച് ആ വ്യക്തിനെ എക്സ്പോസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഈ എല്ലാ ആട്ടും തുപ്പും വേറെ എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഫെയിമിനോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി സഹിച്ചിട്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗെയിനു വേണ്ടി നിന്നിട്ട് ഒരു ലിമിറ്റ് കഴിയുമ്പോൾ പറ്റാണ്ടാവുമ്പോൾ ഇറങ്ങി വന്നിട്ട് ആ വ്യക്തിനെ കളിയാക്കി സമൂഹത്തിന്റെ മുമ്പിൽ ഒരു വിക്ടിം കാർഡ് ഇറക്കി നിൽക്കുന്നത് ശരിയായിട്ടുള്ള ഏർപ്പാടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പറഞ്ഞു മനസ്സിലായില്ല. ആരും അധിക്ഷേപിക്കാനോ ആരും കളിയാക്കാനോ അല്ലെങ്കിൽ ആരും കുറച്ച് കാണിക്കാനോ ഒന്നുമല്ല. ഒപ്പം തന്നെ പറയുന്നത് ഈ അനുപമയുടെ ജീവിതത്തിൽ നടന്ന കാര്യമൊന്നും നമുക്ക് പേഴ്സണലി അറിയില്ല, ആർക്കും അറിയില്ല. നമ്മുടെ പുള്ളിയായിട്ട് പൊതുമണ്ഡലത്തിലേക്ക്, അതായത് പബ്ലിക്കായിട്ട് വന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ നിന്നുള്ളൊരു വീക്ഷണമാണ് നമ്മൾ പറയുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ. അപ്പൊ ജനം അത് മനസ്സിലാക്കുക. ഇപ്പോ അനുഭവം പറഞ്ഞാൽ ചിലപ്പോ കാര്യങ്ങൾ ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ തെറ്റായിരിക്കാം, ചിലപ്പോൾ അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഉണ്ടാവാം, ചിലപ്പോ ചെറിയ കാര്യങ്ങളെ പുള്ളി പെരുപ്പിച്ച് പറയുന്നതായിരിക്കും. ഇതൊക്കെ പോസിബിലിറ്റീസ് ആണ്. അല്ലെങ്കിൽ ഒപ്പം തന്നെ 2 സൈഡ് നമ്മൾ കേട്ടിട്ടില്ല. അപ്പൊ ഇതൊക്കെ ജനം മനസ്സിലാക്കുക, എല്ലാം ശ്രദ്ധിക്കുക. ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴേക്കും അപ്പൊ തന്നെ പോയിട്ട് മറ്റേ വ്യക്തിനെ ആക്ഷേപിക്കലോ അല്ലെങ്കിൽ ഒരു വ്യക്തിനെ അതിലേക്ക് ക്രൂശിച്ച് കുരിശ് കയറുന്നതൊന്നും ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. നാളെ നമുക്കൊക്കെ ഇതുപോലത്തെ വള്ളികൾ വരാം. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴേക്കും വിശ്വസിക്കാണ്ടിരിക്കുക. പിന്നെ എന്ത് കാര്യത്തിൽ 2 വശം ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക, അത് ചിന്തിക്കുക. ഒപ്പം തന്നെ ഇതുപോലുള്ള ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ പരമാവധി നമുക്ക് അതിന് വിട്ടു പോരാൻ പറ്റുമ്പോൾ വിട്ടു പോരാ. അവിടെ ഇമോഷണൽ അല്ലെങ്കിൽ ഈ ലവ് പ്രണയം മാങ്ങാത്തൊലി എന്ന് പറഞ്ഞിരിക്കാണ്ട് വിട്ടു പോരാ. അത് കഴിഞ്ഞാൽ പേഴ്സണൽ വേട്ടാടണമെങ്കിൽ കോടതിനും പോലീസിനും മാധ്യമത്തിനൊക്കെ സമീപിച്ച് രക്ഷപ്പെടാൻ നോക്കുക. അല്ലാണ്ട് അവിടെ നിന്ന് തൂങ്ങി നിന്നിട്ട് ഒരു ലിമിറ്റ് കഴിയുന്നവരെ നമ്മുടെ ആരോഗ്യം മനസ്സൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് വന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുക, കയറില്ലേ.